ഗവർണേഴ്സ് ബംഗ്ലാവ്. ഇതൊരു പൊന്നാപുരം കോട്ട തന്നെ. ദൈവമേ, ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ സാറേ? വില്യം ഡിസോ സാറേ? അതെ സാറേ, ഞങ്ങൾക്ക് തിരിച്ചെത്തിയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. സാധനമൊക്കെ വേഗം ഇറക്കി വെക്കടാ. ഇറക്കിട്ട് ഇവരെ കയറ്റി വെക്കാൻ പറയണത്. ആനയുടെ പാലുള്ള വെട്ടുകൾ കേട്ടല്ലോ. അത് ശരിയാ. ആരെങ്കിലും ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി വന്നോട്ടെ. ശരി ശരി. ഹലോ, ഒമേഗ ഷിപ്പിംഗ് ക്ലിയറിംഗിലെ സ്റ്റാഫ് അല്ലേ? അതെ സർ, ഞാൻ രാജു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇതേ സാറിന്റെ ബംഗ്ലാവിന് മുമ്പിലെത്തി. ആരെയും കാണാതെ വിഷമിച്ച് നിൽക്കുക. സാർ ഒന്ന് ഇറങ്ങി വരുമോ? ഞാനിപ്പോ ബംഗ്ലാവിലില്ല, കുറച്ച് ദൂരെയാ, എത്താൻ ലേറ്റ് ആവും. അയ്യോ സാർ, ഞങ്ങൾക്ക് ഇത് ഇറക്കി വെച്ചിട്ട് എറണാകുളത്ത് എത്താനുള്ളതാണ്. ലോറിക്കാരാണ് ഈ ധൃതി കൂട്ടുക. അതിപ്പോ തൽക്കാലം അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് രാജോടെ വെയിറ്റ് ചെയ്യും. ഹാ, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും സാറേ? ബാലൻസ് എല്ലാം കൂടി 30,000 റുപ്പീസ് ആവും. എടോ, ഇറക്കാൻ വരട്ടെ. ഇങ്ങനെ ആളൊരു തൊട്ടി കേസാ. തൊട്ടിയെന്നോ? അല്ല സർ, ഞാനിവരോട് പെട്ടി പൊട്ടിക്കാതെ ഇറക്കണമെന്ന് പറഞ്ഞതാ. വെരി ഗുഡ്. എനിക്ക് വേണ്ടി രാജോട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ബില്ല് എമൗണ്ടിന്റെ കൂടെ എക്സ്ട്രാ 10,000 കൂടെ ഞാൻ തരാം. ഓക്കെ? എക്സ്ട്രാ 10,000 ഫോർ മീ? യെസ്. ഓ, എങ്കിൽ പിന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു സർ. എടോ, ഇറക്കിക്കോ. അങ്ങനെ തൊട്ടിയല്ല, സ്വർണ്ണ കട്ടിയാണ്. ഇവിടെ സ്വർണ്ണക്കട്ടിയുടെ കാര്യമൊക്കെ പറയുന്നേ? അല്ല സർ, പെട്ടിയെല്ലാം സ്വർണം പോലെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞതാ. ഓക്കെ ഫൈൻ രാജു, താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ. അപ്പൊ സാറേ, ഞങ്ങൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് പൊയ്ക്കോട്ടെ? ആ, നിങ്ങൾ പൊക്കോ. ഞാൻ ഇവിടുത്തെ സാറ് വന്നിട്ടേ വരുന്നുള്ളൂ. ഓ, ദാ, ശരി. താങ്ക് യു സാർ. ഒന്ന് ബലത്തെ പിടിയടാ. സംഗതി വില്യം ഡിസൂസ് എന്നും പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പണി പറ്റിക്കോ ആവും. വേഗം ആട്ട്. എനിക്ക് തെണ്ടിയത് തന്നെ. ആ സർ. ആ രാജു, ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു കിടക്കുക, അകത്ത് കയറി ഇരുന്നോളൂ. ആ, സാർ ഇങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് പോയാ കള്ളന്മാർ കയറി പണി പറ്റിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ആ, ഓക്കെ ഓക്കെ സർ. ആ റൈറ്റ്. പോട്ടെ പോട്ടെ. അപ്പൊ സാറേ, ഞങ്ങൾ പോകുന്നേ. ഓക്കെ ജോണേ. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ. സമയം ഒരുപാടായി. എപ്പോഴാണ് അയാളൊന്ന് വരിക? അയ്യേ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോ ഏത് സൗണ്ട് ഇട്ടാലും പേടിക്കും. എലിയായിരിക്കും. പഴഞ്ചൻ കസേരയാ. പേടിച്ചുപോയി. ആ, സാർ എത്തിയോ? ഗുഡ് ഈവനിങ് രാജു. ഗുഡ് ഈവനിങ് സർ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. Sir. ഹൗ ആർ യു? ഫൈൻ സർ. എന്തു പറ്റി? സാറിന്റെ കൈക്ക് ഭയങ്കര തണുപ്പ്. പുറത്തു നല്ല തണുപ്പല്ലേ? മാത്രമല്ല മഞ്ഞകാലം തുടങ്ങിയിരിക്കുന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ആ സർ. ഞാൻ രാജുവിനെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഇറ്റ്സ് ഓക്കെ സർ, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ. ദാ, ഈ പേപ്പറിൽ ഒന്ന് ഒപ്പിടണം. ഓ യെസ്. ദാ പേന. താങ്ക് യു സർ. വെൽക്കം. 30,000. ഉദ്ദേശിച്ച പോലെ തന്നെ പറ്റിച്ചു. ദാ പറഞ്ഞ പോലെ എക്സ്ട്രാ 10,000. താങ്ക് യു സർ. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. ഏതായാലും ഇതെനിക്ക് വലിയ സഹായമായി.
ഇറ്റ്സ് ഓക്കെ. സാറിന് അറിയാമോ, ഷിപ്പിംഗ് ക്ലിയറിംഗ് ഏജൻസിയിൽ ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം 7,000 രൂപയാണ്. സംഗതി ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെയാ, പക്ഷെ ഒരു 10,000 രൂപ ഒരുമിച്ച് കൈ കിട്ടുന്നത് ഇപ്പോഴാണ്. അത് സാറിന്റെ വലിയ മനസ്സ്. താങ്ക് യു സോ മച്ച് സാർ. മൈ പ്ലഷർ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. അല്ല, ഇപ്പൊ ഈ രാത്രിയിൽ പോണോ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അതൊക്കെ ഞാൻ പോയിക്കോളാം. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമല്ല. ഓക്കെ രാജു, ആസ് യു വിഷ്. താങ്ക് യു സാർ. ഇവിടെ ഇരുന്ന് പെട്ടി വിളിക്കോ സാർ? അതൊക്കെ ഞാൻ തകർത്ത് വെച്ചിടും. ആ ഒറ്റയ്ക്കോ? വല്ല ഗുസ്തിക്കാരനോ ആയിരിക്കും. ഓ, ഇന്ന് കണി കണ്ടവനെ തന്നെ എന്നും കാണണേ. അയാൾക്കെന്താ പട്ടിക വേഷമുണ്ടോ? എന്റെ അമ്മോ സാറേ, സാറേ, വില്യം ഡിസോ സാറേ, എന്റെ പൊന്നെ സാറേ, ഒന്ന് ഓടി വരണേ. സാറ് വന്നില്ലെങ്കിൽ ഇതിനെ എന്നെ കടിച്ചു കയറും. അറിയില്ല നിനക്ക് ഇങ്ങനെ തെണ്ടിയാണോ പണി ഉണ്ടത്? സാറേ, രക്ഷിക്ക് സാറേ. Go back. Go back. അത് ശരി, അപ്പൊ ഈ പട്ടികൾക്ക് ഇംഗ്ലീഷേ അറിയൂ. സോറി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ട പുകയായി പോയനെ. എന്റെ അമ്മോ, ഇതൊക്കെ സാറ് വളർന്ന പട്ടികളാ? വളർത്തുന്നതല്ലെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കുന്ന പട്ടികളാ. അത് ശരി. ഇനിയിപ്പോ ഈ രാത്രി സാർ പോവാൻ പറഞ്ഞാൽ പോലും ഞാൻ പോലെ സാർ. പോവാൻ പറയല്ലേ സാർ, പ്ലീസ്. താൻ വാ, ആദ്യം വന്നൊന്ന് ഫ്രഷ് ആവും. ഡൈനിങ് റൂമിലേക്ക് വന്ന ഡിന്നർ കഴിക്കാം. താങ്ക് യു സാർ. ഓ, ഞാനിപ്പോ പട്ടിക്ക് ഡിന്നർ ആയനെ സാർ. ഈ വീട്ടിൽ സാർ ഒറ്റയ്ക്കാ കഴിയുന്നത്? എന്താ ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടപ്പോ താ പേടിച്ചു പോയോ? ഏയ്, പ്ലീസ് കം. ആ മുറി പോയി തനിക്ക് ഫ്രഷ് ആവാം. വിദേശത്തൊക്കെ ജീവിച്ച ആളായതുകൊണ്ടായിരിക്കണം ഇത്ര ആതിഥ്യ മര്യാദ, സംസ്കാരം നിറഞ്ഞ പെരുമാറ്റം. സത്യം പറഞ്ഞ സാറിനെ നമിക്കണം. എന്റെ വിസിറ്റിംഗ് കാർഡ് തരാം. കേരളത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ അപ്പോ ഓടിയെത്തും. തന്നെ എന്തോ താഴെ പോയി. ഫോട്ടോയാ? സർ, ആള് കൊള്ളാമോ? എന്റെ പെണ്ണ മീന, MBBS കഴിഞ്ഞ് ഹൗസ് സർജനാ. എന്റെ അമ്മാവന്റെ മോള് തന്നെ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെൺകുട്ടി. യു ആർ വെരി ലക്കി. താങ്ക് യു. ലക്ക് പൂർണ്ണമാവണമെങ്കിൽ ഒരു ബെറ്റർ ജോബ് കിട്ടണം സർ. അതിനെ ഞാൻ ഇപ്പൊ ട്രൈ ചെയ്യുന്നു. പിന്നെ സർ, എന്ത് പറ്റി സർ? കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. ഓ, ഇത് വെളി പട്ടിയിട്ട് ഓടിച്ചപ്പോ മുറിഞ്ഞതായിരിക്കും. സാരല്ല സർ, ഇറ്റ്സ് ഓക്കെ. ഞാനെന്താ പറഞ്ഞു വന്നത്? ജോബിന്റെ കാര്യം. ആ, കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടുപോകും അമ്മാവൻ. ആ, അമ്മാവനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആളൊരു പുലിയാ. ഈ കേരളം മുഴുവൻ അറിയുന്ന വലിയ തന്ത്രിയും മന്ത്രവാദിയും ഒക്കെയാ. സൂര്യമൂർത്തി മനയിലെ സൂര്യൻ തിരുമേനി എന്ന് പറഞ്ഞ കിടുങ്ങും. ആര്? പ്രേതങ്ങള്. രാജുവിനെ എന്റെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങോട്ടാ? വിദേശത്തേക്കാണോ? എന്താ വരുന്നോ? വരുന്നോന്നോ? എങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. എത്ര നാളത്തിന്റെ സ്വപ്നം എന്നറിയോ സാറിന്? എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. തൽക്കാലം ഡിന്നർ കഴിക്കാം. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം.
ഒരു ബന്ധവുമില്ലാത്ത ഈ നാട്ടിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിന്റെ കാരണം അമ്മേ, ദേ ലൂസി ആന്റി. വാ മോളെ, ഇങ്ങ് വന്നേ. എത്ര ദിവസം ആന്റിയെ കണ്ടിട്ട് ഇവിടെ എല്ലാരും പറയുന്നു അങ്കിളിനെ ആന്റിയും കാണുന്നില്ലെന്ന്. അതും പറഞ്ഞ് ഇവിടെ എല്ലാരും കരച്ചില്ല. അങ്കിൾ എവിടെ ആന്റി? അങ്കിള് വെളിയിലുണ്ട്. മോള് വാ, നമുക്ക് അങ്കിളിന്റെ അടുത്തേക്ക് പോവാം. ഈ രാത്രി മോളെങ്ങനെ ഇവിടെ വന്നു? എന്താ മോളെ? മോളെ എന്തു പറ്റി? ലൂസി ആന്റി എന്നെ തള്ളി താഴെ ഇട്ടിട്ട് പൊക്കളഞ്ഞു. ലൂസി ആന്റിയോ? മോള് വല്ല സ്വപ്നം കണ്ടതാവും. അല്ല, ലൂസി ആന്റി എന്നെ കടിച്ചു. ദേ. കടിച്ചോ? ഇതെങ്ങനെ പാടുവന്നു ഈ കഴുത്തില്? കരയണ്ട, മോള് വാ. ആ പിന്നെ മഞ്ഞൾ തേച്ച കുറെ നേരം ഇരിക്കണം കേട്ടോ. ഉടനെ കുളിച്ചേക്കരുത്. ഞാൻ ആങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ അപ്പച്ചി, എന്താ ആ വാതിൽ ശരിക്കും അടച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളി തുറന്ന് കേറി വരും. എങ്ങനെയൊക്കെ അടച്ചാലും തള്ളി തുറന്ന് കേറുന്നവൻ കേറിയിരിക്കും. ഗുരുവായൂരപ്പ, ഇത് എങ്ങനെ ഇതിനകത്ത് വന്നു? ഇറങ്ങി പോ കേട്ടോ, ഞാൻ മഞ്ഞൾ തേച്ചിരിക്കാം. മഞ്ഞൾ തേച്ച ശരീരം എനിക്ക് വലിയ ഇഷ്ടമാ. മഞ്ഞളിന്റെ മണവും. പിന്നെ മണപ്പിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി. ദേ, ഞാനിപ്പോ അച്ഛനെ വിളിക്കും കേട്ടോ. എന്താ വിളിക്ക്? ശ്ശെ, വേണ്ട രാജു, ദേഹം മുഴുവൻ മഞ്ഞളാവും. അച്ഛാ, ഞാൻ കുളിക്കാൻ മഞ്ഞൾ തേച്ചിരിക്കാ. ദേ, എന്നെ ചൂടാക്കരുത് കേട്ടോ. എന്നെയും ചൂടാക്കരുത്. ഒന്ന് പോകുന്നുണ്ടോ? രാജുവിന്റെ അമ്മ ഇപ്പൊ കയറി വരും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. അതെന്ത് കാര്യം? ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വില്യം ഡിസൂസയുടെ കാര്യം. ആ, അദ്ദേഹം നമുക്കിന്നൊരു പാർട്ടി തരുവാ. നമുക്കോ? അതിനെന്തിനാ എന്നെ കൂട്ടുന്നത്? ഞാനെന്ന് പറഞ്ഞ പിന്നെ നീയും ഇല്ലേ അതില്. വൈകിട്ട് 6 മണിക്ക് സീബ്രീസ് ഹോട്ടലിൽ ചെല്ലണം. രാത്രി 8 മണിക്ക് തിരിച്ചു പോരാം. അയ്യോ, രാത്രിയിലോ? പിന്നെ അച്ഛനെന്നെ വിടത്തില്ല. നിന്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞാ മതി മോളെ. നിന്നെയും കൂടി ചെല്ലാൻ ഞാൻ വാക്ക് കൊടുത്തു പോയി. എന്റെ മാനം കളയരുത്. അയ്യോ, ദേ അപ്പച്ചി വരുന്നു. പോ, പോ, പോ. അപ്പൊ പറഞ്ഞോലെ എന്റെ കൃഷ്ണ. പറഞ്ഞോലെ വൈകിട്ട് കാണാം. റോയിച്ച, എന്റെ കർത്താവേ, എന്നാ റോയിച്ച വന്നത്? അതിന്റെ കുറച്ച് ദിവസമായി. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ലൂസി എവിടെ? വീട്ടിലുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ലൂസിയുടെ അമ്മയുടെ മോൾ ബെറ്റി. ഓ, മനസ്സിലായി. റൊമാനിയയിൽ വെച്ച് നിങ്ങൾ മിസ്സായതറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു. ഞാനിപ്പോ ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലാ. റോയിച്ചിന് എങ്ങോട്ടാ? മേളിലെ ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക്. ഞാനും കൂടി വരാം. എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിയാനുണ്ട്. ആയിക്കോട്ടെ, വാ. റോയിച്ചനാണ് ഇന്ന് റെസ്റ്റോറന്റ് മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ, എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാ. യു ലുക്ക് ഗ്രേറ്റ്. യു ടു.